സമാധിയെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം സന്യാസിയായിരുന്നു, അദ്ദേഹം നിത്യബ്രഹ്മചാരിയായിരുന്നു, അദ്ദേഹം സമാധിയായി. അത് നമുക്കറിയുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഗോപൻ സ്വാമി എങ്ങനെയാണ് സന്യാസിയായത്? നിത്യബ്രഹ്മചാരികൾക്ക് സന്യാസിയാകാൻ പറ്റുകയുള്ളൂ? ഒരു സംശയമാണ്, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഈ അച്ഛൻ മരിക്കുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മക്കൾ രണ്ടുപേരും പോസ്റ്ററെല്ലാം ഒട്ടിച്ചു. അച്ഛനെ കല്ലറയിലിരുത്തി സമാധിയാക്കിയതിന് ശേഷം അവർ പോയി ആ പോസ്റ്ററെല്ലാം ഒട്ടിച്ചു. നാട്ടുകാരെല്ലാം അറിഞ്ഞു. അപ്പോൾ ഈ മരിക്കുന്ന സമയത്ത് ബന്ധുക്കളെ ആരും അറിയിച്ചില്ല എന്ന് വാർത്താ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അച്ഛൻ മരിക്കുന്നത് മറ്റുള്ളവർ കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാൽ ആ ചൈതന്യം നഷ്ടപ്പെടും എന്നാണ് അവർ. എന്നാൽ നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ കണ്ടു നോക്കാം. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു കോമഡിയായി മാറിയെന്ന്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കൂ. 21-ാം നൂറ്റാണ്ടിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കുംഭകം ചെയ്യും, അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ്. ലയിച്ചു. ഇതാണ് ബ്രഹ്മത്തിൽ ലയിക്കാൻ അപ്പനെ ഹെൽപ്പ് ചെയ്ത മകൻ. ഞാൻ ചെയ്തത് തെറ്റല്ല. ബ്രഹ്മത്തിൽ ലയിപ്പിച്ചു മകൻ. പക്ഷെ നാട്ടുകാരെന്താ പറയുന്നത്? ഇത് നാട്ടുകാർ പറയുന്നത് അതല്ല. ഓക്കെ, അല്ല ഈ സമാധിയായ ഗോപാൽ സ്വാമി എപ്പോഴാ സന്യാസിയായേ? ഒറ്റ ദിവസം കൊണ്ട് സന്യാസിയായില്ല, കൊച്ചിലെ അച്ഛൻ സന്യാസിയായതാണ്. ഗോപാൽ സ്വാമി ജനിച്ച് വീണതേ സന്യാസിയായിട്ടാണ്. പിന്നെ ഒരു കല്യാണം കഴിച്ച് 2 മക്കളായി, അങ്ങനെ ഒരു കുടുംബ സന്യാസിയായി. അല്ല, നിങ്ങൾ അപ്പൻ എവിടെ പോയി? വ്യാഴാഴ്ച കാലത്ത് 11:30 മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം സമാധിയായി. രാവിലെ എണീറ്റ് ഗോപാൽ സ്വാമി ഇവരെ വിളിച്ച് എന്നിട്ട് എന്താ പറഞ്ഞേ? മക്കളെ, നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ, ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവുകയാണ്. ഞാനൊന്ന് ടൗണിൽ പോയിട്ട് ഇപ്പൊ വരെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങൂലേ, അതുപോലെ ഗോപാൽ സ്വാമി ഞാൻ പോവാണ് സമാധിയാ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി സമാധിയായി. അല്ല, എന്തൊക്കെയാണ് ഈ സമാധിയാകുന്നതിന് മുമ്പുള്ള പ്രക്രിയകൾ? വിശുദ്ധി എന്ന 6 ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലിനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ്. അയ്യോ, ചൈതന്യമേറുന്ന സമയമാണ്. അമ്മേ. അല്ല, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്? ആ ബ്രാഹ്മ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല, ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. അതെല്ലാം ഞാൻ ചെയ്തു. നല്ല അനുസരണയുള്ള മോൻ. അല്ല, സമാധിയാകാൻ തോന്നിയപ്പോ മൂപ്പര് എന്തല്ല ചെയ്തേ? ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. ആ പീഠത്തിൽ ക്ലോക്കിലൊന്ന് നോക്കി ഈ സമാധിയാകാനുള്ള സമയമായി എന്ന് പറഞ്ഞ് മൂപ്പര് പോയി ഒരു ഇരുത്ത, അപ്പൊ തന്നെ സമാധി. പെട്ടെന്ന് തന്നെ ആയോ സമാധി? പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച്. അല്ല, വേറെ ആരെങ്കിലും കാണുമാറ്റം ചെയ്താ? ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല. മൂപ്പര് ഒറ്റക്ക് തന്നെ മരണം കൺഫേം ആക്കി. അല്ല, അതെന്താ ഡോക്ടറെ ഒന്നും വിളിക്കാഞ്ഞേ? ഇപ്പൊ ഒരു ഡോക്ടറെ വിളിച്ചോണ്ടെന്ന് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ തൊട്ട് അതിനെ കളങ്കപ്പെടുത്തത്തില്ലേ? ഓ, അതാണ് കളങ്കപ്പെടുത്തത്തില്ലേ? അല്ല, ഈ സമാധിയാകുന്നതിന് മുമ്പേ എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ? അച്ഛന്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഇത് കളരിയൊന്നല്ല, സമാധിയാണ്. എല്ലാ സുഗന്ധ ദ്രവ്യങ്ങളും വിട്ട് അച്ഛന് അനാഗത ചക്രം വരെ, അതായത് ഗോയിലിട്ട് മൂടാൻ പാടില്ല. പാടില്ല. നെക്സ്റ്റ് അതുവരെ മൂടി ആ ഭസ്മവും ഈ സുഗന്ധ ദ്രവ്യങ്ങളും കർപ്പൂരം എല്ലാം ഇട്ട് അച്ഛനെ നിമജ്ജനം ചെയ്തിരിക്കുകയാണ്. അച്ഛനാണത്രേ, അച്ഛൻ. ഇനി എനിക്ക് അച്ഛനെന്ന് പറയാനും പറയാൻ പറ്റില്ല. ഇനി അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്. മഹാസിദ്ധൻ. അല്ല, മൂപ്പരങ്ങൾ കോൺക്രീറ്റ് ഇട്ടങ്ങ് മൂടിയാ? നിങ്ങൾ പറയുന്ന കാൺക്രീറ്റിൽ ഉണ്ടാക്കിയ സ്ലാബ് അല്ല, അത് മയിലാടിയിലെ കൃഷ്ണശിലയാണ്. അതിനാണ് നപുംസക ശില എന്ന് പറയുന്നത്. ആ ശില കാണാൻ പറ്റുമോ? അത് നഗ്ന നേത്രങ്ങൾ കൊണ്ടൊന്നും കാണാൻ പറ്റൂല, എന്നാലും കാണിക്കാം. കണ്ടോ? അല്ല, ഇത് എപ്പോഴാ കോൺക്രീറ്റ് ഒക്കെ ഇട്ട്? 3:30 ബ്രാഹ്മ മുഹൂർത്തമാകുമ്പോൾ നപുംസക ശില പാകുന്ന ചടങ്ങുണ്ട്. ശാസ്ത്രം തോറ്റു, സമാധി ജയിച്ചു. ആ ശരീരത്തിന്റെ 6 ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലിനി ശക്തികൾ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഇന്നത്തെ ശാസ്ത്ര ലോകത്തിൽ നിന്ന് അതെവിടെയാ കിട്ടുക? ഇനി കണ്ടുപിടിച്ച് ഇനി വരുമ്പോൾ ഇനി ഈ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഇനി ആരും സമാധി ആവൂലല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? സമാധി സന്യാസിമാർ എന്തിനും സമാധി ആവാതെ? നമ്മളിപ്പോ ഉള്ളത് 21-ാം നൂറ്റാണ്ടിലാണ് എന്നുള്ള കാര്യം ആരും മറന്നു പോറേ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്നിട്ട് നിങ്ങളെന്താ ചെയ്ത്? അപ്പൊ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് 3:30 ആയപ്പോൾ പോസ്റ്റർ ഒട്ടിച്ച് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച്. പോസ്റ്റർ അച്ചടിച്ചത് ഏത് പ്രസ്സിലാ? അത് അച്ചടിച്ചതല്ല. ഗോപൻ സ്വാമി സമാധിയായ സമയത്ത് ഠും പറഞ്ഞൊരു ഒച്ച. മേലേക്ക് നോക്കി, ആകാശം പിളർന്നു. എന്തോ 2-3 സാധനം ഇങ്ങനെ ധാരധാരിയായി താഴേക്ക് പതിച്ച്. പോസ്റ്ററുകൾ. ഈ ഇത്രയും അത്യാധുനിക സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ? അല്ല, നാട്ടുകാർ നിങ്ങളെ സമാധി വിശ്വസിക്കുന്നില്ല കേട്ടോ. മനസ്സിലാക്കണം, ഒരാൾ സമാധി ആവണമെങ്കിൽ നാട്ടുകാർക്ക് എന്തിനാ സർട്ടിഫിക്കറ്റ്? നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് പോട്ടെ, ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എങ്കിലും വേണ്ടേ ചേട്ടാ? ഇത് കൊന്നും വെച്ചതാണ് ജീവൻ വെച്ചെന്ന് നമുക്കൊരു സംശയമാണ്. അല്ല, നാട്ടുകാർക്കൊക്കെ ഈ സമാധിയിൽ ഡൗട്ട് ഉണ്ട്. നാട്ടുകാർ സർട്ടിഫിക്കറ്റ് മാറ്റി അച്ഛനെ കയറിയിരിക്കാൻ പറ്റും? അല്ല, എന്നാലും അതെന്താ ആരും അറിയിക്കാണ്ടിരുന്ന നിങ്ങൾ? ഇത്രയും അലിമ്പ് നാട്ടുകാർ പിന്നെ ഇവിടെ വന്ന് അച്ഛൻ സമാധി ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം തെറ്റൂലേ? ഏകാഗ്രത പോയാൽ കാര്യങ്ങൾ വൈകി പോകും. അതുകൊണ്ട് ഇവർ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത്. ഇത് അവിടെ അനുവദിക്കാൻ പറ്റില്ല. ഇതാരാണ്? ഇദ്ദേഹമാണ് പ്രദേശത്തെ അറിയപ്പെടുന്ന സമാധി സപ്പോർട്ടർ. ഈ പോലീസ് പൊളിക്കാൻ വരും, ആർമി ഉദ്യോഗസ്ഥന്മാർ വരും. ഇത് അവിടെ അനുവദിക്കാൻ പറ്റില്ല. എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട്. മൂപ്പരെ ആരോ ഒരാൾ സമാധി ആയിട്ടുണ്ടല്ലോ. എന്റെ അപ്പൂപ്പൻ സമാധിയായതാണ്.
പോലീസ് പ്ലീസ് നോട്ട്. അല്ല, എന്താണ് ഈ സമാധി? സമാധിയിൽ എന്ന് പറയുന്നത് ഒരാൾ മരിക്കുകയല്ല, പിന്നെ നിര്യാതനാവുകയാണ്. തന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ല, ഇതെങ്ങനെയാണ് ഈ ഒളിപ്പിക്കൽ? ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? ശരീരമെല്ലാം ആ ബ്രഹ്മത്തിൽ കറക്റ്റ് പിടിച്ച് കറക്റ്റ് ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് ശരീരം എല്ലാം വലിഞ്ഞ് മുറുകി പിന്നെ വളരെ സ്ട്രോങ് ആയി ആ പ്രാണൻ അങ്ങ് നിലയ്ക്കും. ഓക്കെ. HMV വൈറസിന് മാത്രമല്ല ഈ സമാധിക്കും ലക്ഷണമൊക്കെ ഉണ്ട്. ചേട്ടാ പറഞ്ഞു കൊടുക്ക്. ചൈതന്യമായി സ്പിരിച്ച് തേജസ്സോടുകൂടി സ്പിരിച്ച് നിൽക്കും. എല്ലാം പറഞ്ഞോളാം, സമാധിയുടെ ലക്ഷണങ്ങൾ അങ്ങനെയാണ്. അപ്പൊ നാട്ടുകാർ പറയുന്നതോ? മനസ്സിലായി, നാട്ടുകാർ പറയും പോലെ നല്ല കാര്യങ്ങൾ അല്ല, നാട്ടുകാർ പറയുന്നതേ നിങ്ങളെ സമാധിയായ മൂപ്പര് മരിച്ചിട്ടില്ല, നിങ്ങൾ അതിനു മുമ്പേ മൂടിക്കളഞ്ഞു. ഞാൻ അത് ഒരിക്കലും ഞാൻ താമസിക്കില്ല. കാര്യം എന്ന് പറയുന്നത്, കാരണം അടുത്ത മോൻ പറയട്ടെ. അച്ഛൻ ശരിക്കും ഒരു സന്യാസിയായിരുന്നു. അച്ഛൻ സമാധി ആയത് തന്നെയാണ്. അല്ല, പോലീസിൽ പരാതി പോയിട്ടുണ്ട് കേട്ടോ. അവർ ചിലപ്പോൾ വന്ന് പരിശോധിക്കാൻ നിൽക്കും. വിടുവോ? ആര് വന്നാലും അത് ഞങ്ങൾ തടയും. അത് പറ്റൂല. ഞാൻ ഇപ്പോഴേ ഞാൻ പറയുന്നുണ്ട്. ഇനി അഥവാ വന്നാൽ അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഞാൻ എൻ്റെ ആത്മാവിനെ അങ്ങ് കത്തിച്ചു കളഞ്ഞു. മനസ്സിലായില്ലേ? അതെങ്ങനെയാണ്? തീപ്പെട്ടി കൊണ്ടാണോ ലൈറ്റർ കൊണ്ടാണോ? ഇതാ തമാശ കളിക്കല്ലേ, സമാധിയാണ്. ഞാനത് പ്രാണാഹൂതി ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ മറ്റൊരു പാരലൽ വേൾഡുമായിട്ട് പിന്നെ കാണാം. ശരി. ഈ ഇദ്ദേഹത്തിന്റെ മുൻപത്തെ പേര് മണിയൻ എന്നായിരുന്നു. അദ്ദേഹം പണ്ടൊരു തീവെപ്പ് കേസിലെ പ്രതിയൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ എങ്ങനെ സ്വാമിയായി എന്നാണ് നാട്ടുകാർക്ക് സംശയം. കുറച്ച് കാലം കൊണ്ടേ ആയിട്ടുള്ള അദ്ദേഹം സ്വാമിയായിട്ട്. അപ്പോൾ ഇനി വരുന്ന ദിവസം നമുക്ക് കാണാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്.